വെൽക്കം ബാക്ക് ടു CS ബിറ്റ്സ് ദ കംപ്ലീറ്റ് IT സൊല്യൂഷൻ എഡ്യൂക്കേഷൻ ചാനൽ. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് മൊബൈൽ കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ചാണ്. മൊബൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ട്രാൻസ്ഫറബിൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടബിൾ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അർത്ഥം. അതായത് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഡിവൈസുകൾ തന്നെയാണ് നമ്മൾ മൊബൈൽ ഡിവൈസുകൾ എന്ന് പറയാം. ഇപ്പം നമ്മുടെ ഫോണിന് ശരിക്കും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകൾ എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് സെല്ലുലാർ ഫോൺ എന്നാണ് ശരിക്കും പറയുക. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോഴാണ് അതിനെ മൊബൈൽ ഫോണുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൊബൈൽ മെഡിക്കൽ സ്റ്റോറുകൾ, മൊബൈൽ ഹോസ്പിറ്റൽ, മൊബൈൽ ത്രിവേണി സ്റ്റോഴ്സ്, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടിങ്ങിൻ്റെ അതേപോലെ തന്നെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അതേ ടെക്നോളജി അല്ലെങ്കിൽ അതേ ക്യാപ്പബിലിറ്റി ഉള്ള നമുക്ക് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഡാറ്റ സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു ടെക്നോളജീനെയാണ് നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുക. അപ്പോൾ ഈ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിന് ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ, അതായത് വൈഫൈ നെറ്റ്വർക്കുകൾ, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയൊക്കെ നമുക്കിതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കമ്പ്യൂട്ടിംഗ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ അതേ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു സാങ്കേതിക വിദ്യനെയാണ് നമ്മൾ മൊബൈൽ കമ്പ്യൂട്ടിംഗ് എന്ന് പറയുക. ഈ മൊബൈൽ കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലാപ്ടോപ്പുകളോ അല്ലെങ്കിൽ ടാബ്ലറ്റുകളോ അല്ലെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫോണുകളൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് മാത്രം പോരാ, നമുക്ക് ഒരു വയർലെസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വേണം, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി വേണം. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ജനറേഷൻസ് ഓഫ് മൊബൈൽ കമ്മ്യൂണിക്കേഷനാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ ജനറേഷൻസ് ഏതൊക്കെയെന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇപ്പം നമുക്കറിയാം 5G ജനറേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് 4G വരെയാണ് പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് 4 ജനറേഷൻസാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ ആൻഡ് ഫോർത്ത് ജനറേഷൻ. അതായത് 1G, 2G, 3G ആൻഡ് 5G. ഇനി നമുക്ക് 1G എന്താണെന്ന് നോക്കാം. 1G എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് സമയത്ത് ഉണ്ടായിരുന്ന ഒരു നെറ്റ്വർക്ക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് 1G എന്ന് പറയുന്നത്. അനലോഗ് സിഗ്നലുകൾ, അതായത് ഡിജിറ്റൽ സിഗ്നലുകളൊന്നുമില്ല, ജസ്റ്റ് വോയിസ് കോൾ ഫെസിലിറ്റി മാത്രം ഉണ്ടായിരുന്ന ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് 1G എന്ന് പറയുന്നത്. ഇനി അടുത്തത് 2G ആണ്, സെക്കൻഡ് ജനറേഷനാണ്. 2G മുതലാണ് ഡിജിറ്റൽ സിസ്റ്റംസ് വരാൻ തുടങ്ങിയത്. അതായത് പിക്ചറുകൾ, അതായത് ഡിജിറ്റൽ മെസ്സേജുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഡിജിറ്റൽ സിസ്റ്റം നിലവിൽ വന്ന് 2G കാലഘട്ടങ്ങളിലാണ്. ഇമേജസും അതുപോലെ MMSകളൊക്കെ ഈ 2G കാലഘട്ടത്തിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. MMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിമീഡിയ മെസ്സേജ് സർവീസാണ്. അതായത് നമ്മൾ സാധാരണ ഒരു SMS ഒക്കെ അയക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ മൾട്ടിമീഡിയ കണ്ടൻറ്റുകളായിട്ടുള്ള ഇമേജുകളൊക്കെ കൂട്ടി അയക്കുമ്പോഴാണ് അതിനെ MMS എന്ന് പറയാം. അടുത്തത് തേർഡ് ജനറേഷനാണ്, 3G ആണ്. ഈ ജനറേഷനിലാണ് നമുക്ക് വോയിസും ഡേറ്റകളൊക്കെ വലിയ അളവിൽ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചിട്ട് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നത്. അതായത് മൾട്ടിമീഡിയ കണ്ടൻസ് തന്നെയാണ്, മൾട്ടിമീഡിയ സർവീസുകൾ തന്നെയാണ് വോയിസും ഡേറ്റകളും വീഡിയോസും ഓഡിയോസും ഒക്കെ നമുക്ക് വളരെ ഹ്യൂജ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ട് നമുക്ക് ലാർജ് ഡേറ്റകളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയിരുന്ന ഒരു കാലഘട്ടമാണ് 3G എന്ന് പറയുന്നത്. ഇനി അടുത്തത് 4G ആണ്. ഈ 4G സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ലോങ് ടേം ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ലോങ് ടേം ഇവല്യൂഷൻ, അതായത് LTE എന്ന് പറയും. ഇവിടെ ഈ 4Gയിൽ അൾട്രാ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് ആക്സസ് സർവീസാണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. അതായത് നല്ല ഹൈ സ്പീഡിൽ ഹൈ ക്വാളിറ്റിയിലുള്ള ഇമേജുകളും വീഡിയോസൊക്കെ നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നത് ഈ 4th ജനറേഷനിൽ ആണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസുകളെ കുറിച്ചിട്ടാണ്. മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസുകളായിട്ട് നമുക്ക് 4 സർവീസുകളാണ് പഠിക്കാനുള്ളത്. SMS, MMS, GPS, സ്മാർട്ട് കാർഡ്. ഇനി നമുക്ക് ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യത്തെ
SMS ആണ്. SMS-ൻ്റെ ഫുൾ ഫോം ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ്. SMS നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ SMS അയക്കാറുണ്ട്. നമ്മൾ SMS അയക്കുന്ന സമയത്ത് നമുക്ക് ഷോർട്ട് മെസ്സേജുകളായിട്ട്, അതായത് SMS നമുക്ക് അങ്ങനെ വാരി വലിച്ച് കുറേ മെസ്സേജുകളൊന്നുമല്ല, നമ്മൾ വളരെ ഷോർട്ട് മെസ്സേജുകളായിട്ടാണ് അയക്കുക. ഒരു മെസ്സേജിൽ 160 ക്യാരക്ടേഴ്സാണ് മാക്സിമം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. പ്യുവർ ടെക്സ്റ്റ് ബേസ്ഡ് മെസ്സേജുകളാണ് SMS-കൾ. ഇനി രണ്ടാമത്തെ മൾട്ടിമീഡിയ മെസ്സേജിങ് സർവീസാണ്, അതായത് MMS ആണ്. MMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിമീഡിയ കണ്ടൻസ് നമുക്ക് മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അയക്കാൻ പറ്റും. അതായത് മൾട്ടിമീഡിയ. SMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ചാറ്റുകളും ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നുള്ളൂ. MMS അങ്ങനെയല്ല. നമ്മൾ ടെക്സ്റ്റ്, അതിൻ്റെ കൂടെ നമുക്ക് ഗ്രാഫിക്സും വീഡിയോസും ഓഡിയോസും മ്യൂസിക്കുകളും എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിരുന്നു, മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നു. ഇനി അടുത്തത് GPS ആണ്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നാവിഗേഷൻ സിസ്റ്റമാണ്. അതായത് സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഉപഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മറ്റേ ജോഗ്രഫിക്കൽ ഏരിയ അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ GPS ഉപയോഗിക്കുക. അതായത് നമ്മളിപ്പോൾ GPS ആണെന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വാഹനത്തിൽ എങ്ങോട്ടെങ്കിലും നമ്മൾ യാത്ര പോവുകയാണെന്നുണ്ടെങ്കിൽ GPS ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ വാഹനം ഇപ്പോൾ ഏത് ലൊക്കേഷനിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതായത് നമ്മുടെ ഭൂമിയുടെ ലൊക്കേഷനും ഒക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റമാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ ഈ കപ്പൽ യാത്രക്കാരൊക്കെയാണ് കൂടുതലായിട്ടും GPS ഉപയോഗിക്കുക. കപ്പലിൽ നമുക്ക് 4 പുറം വെള്ളത്താൽ ചുറ്റപ്പെട്ടതായിരിക്കും, അല്ലേ, കടലായിരിക്കും. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏത് ലൊക്കേഷനിലേക്കാണ്, എവിടെയാണ് ഇതിൻ്റെ അതിര്, അല്ലെങ്കിൽ എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള ഐഡിയകളൊക്കെ നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ GPS വെച്ചിട്ടാണ് നമുക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി നാലാമത്തെ സ്മാർട്ട് കാർഡുകളാണ്. സ്മാർട്ട് കാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IC ചിപ്പും ഒരു കമ്പ്യൂട്ടർ ചിപ്പ്, ആ കമ്പ്യൂട്ടർ ചിപ്പും അതിനെ കവർ ചെയ്തിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കും, അതാണ് സ്മാർട്ട് കാർഡിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. അതായത് സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ സിമ്മൊക്കെ ഉള്ള പോലെ ഒരു ചിപ്പ് ഉണ്ടായിരിക്കും, അതിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്ലാസ്റ്റിക് ഉണ്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ATM കാർഡൊക്കെ പോലെ. അപ്പോൾ അതായത് നമുക്ക് ഈ കൂടുതൽ അളവിൽ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് കൂടുതലായിട്ടും യൂസ് ചെയ്യുക. സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോർ ചെയ്തിട്ടുള്ള ഡാറ്റകൾ എന്ന് പറയുന്നത് അവിടെ സെക്യൂർ ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. നമുക്കറിയാം മൊബൈലിൽ നമുക്ക് കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, ഓരോ മൊബൈലിൻ്റെ തരങ്ങളനുസരിച്ചിട്ട് കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? ആൻഡ്രോയിഡ് ഉണ്ടായിരിക്കും, iOS ഉണ്ടായിരിക്കും, ബ്ലാക്ക്ബെറി OS ഉണ്ടായിരിക്കും, വിൻഡോസ് ഉണ്ടായിരിക്കും. അങ്ങനെ കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. എന്തിനാണ് മൊബൈലിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉള്ളത്? ഒരു മൊബൈലിൻ്റെ ഉള്ളിലുള്ള ഹാർഡ്വെയർസ് ഉണ്ടാവില്ലേ, മൊബൈലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഡിവൈസുകളെയും അതുപോലെ തന്നെ അതിൻ്റെ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി, അങ്ങനെ മൊബൈലിൻ്റെ ഓവറോൾ പ്രവർത്തനങ്ങളെല്ലാം മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ആണ്. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്തത് ആൻഡ്രോയിഡ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. അതായത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ ഫോണുകളും ടാബ്ലറ്റുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടച്ച് കമ്പ്യൂട്ടറുകളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ടച്ച് സ്ക്രീനായിട്ടുള്ള ഉപകരണങ്ങൾക്കായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലിനക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ, ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി.